എൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുന്ന കോണിയുടെ സെൻട്രലായിട്ടുള്ള ക്യാപ്പിൽ ഞാൻ വെച്ച ഒരു മണി പ്ലാന്റിൻ്റെ പോട്ടാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടില്ലേ ഇത് കാണാൻ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീടിൻ്റെ മുകൾ ഭാഗത്ത് വേണ്ടാതെ കിടന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ കഷ്ണം ഏകദേശം ഒരു കോൽ അളവിൽ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ശേഷം അതിൽ ഒരു ചൂടിക്കയർ ചുറ്റുന്നതിന് വേണ്ടി ഞാൻ ഈ ഗൺ ഉപയോഗിച്ച് അതിലൽപ്പം ഗ്ലൂ ഇട്ട് കൊടുത്തു. ശേഷം ഈ ചൂടിക്കയർ ഇതുപോലെ ഞാൻ അതിലേക്ക് ചുറ്റിക്കൊടുത്തു. അല്പം വിട്ടൊക്കെ ചുറ്റാം, പക്ഷേ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അടുപ്പിച്ച് തന്നെ ഞാൻ ചുറ്റി. ഏകദേശം ഒരു ചൂടിക്കയർ കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ വീണ്ടും ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യേണ്ടതിനാൽ കുറച്ചുകൂടി ഗ്ലൂ ഇട്ട് ഞാൻ രണ്ടാമത്തെ ചൂടിക്കയറും അതിലേക്ക് ചുറ്റി തുടങ്ങി. ഏകദേശം വലിയൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് നോക്കി അതുവരെ ഞാൻ ചൂടിക്കയർ ചുറ്റി ബാക്കി ഭാഗം മുറിച്ചെടുത്തു. ചൂടിക്കയർ അവസാനിക്കുന്ന ഭാഗത്ത് നല്ലവണ്ണം ഒന്നുകൂടി ഗ്ലൂ ഇട്ട് ഞാൻ അത് ഉറപ്പിച്ചു. ശേഷം അതിൻ്റെ അടിഭാഗം, നമ്മൾ ചൂടിക്കയർ ചുറ്റാത്ത ഭാഗം 4 കട്ടിങ്ങുകൾ ഞാൻ ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു ചാണളവിൽ 4 കട്ടിങ്ങുകൾ ഞാൻ ഇട്ട് കൊടുത്തു. ഇതുപോലെയുള്ള കട്ടറൊക്കെ ഉള്ളവർക്ക് സുഖമാണ്, അല്ലാത്തവർക്ക് ആക്സോ ബ്ലേഡ് കൊണ്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഒരു കട്ടിംഗ് പ്ലെയറോ കൊണ്ട് ഇതേപോലെ അത് വലിച്ച് 4 സൈഡിലേക്കും ആക്കി കൊടുക്കുക. ഇനി ഇത് പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ ശരിയായ വിധത്തിൽ ഇരിക്കുന്നത് കാണാം. ഇനി ഇത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ സാധാരണ ചെടികളിലൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് ചകിരി ചീന്തിയിട്ട് അതിൽ പോട്ട് മിക്സ് നന്നായിട്ട് നിറച്ചു കൊടുത്തു. മണ്ണ്, മണൽ, അല്പം എല്ലുപൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ ചേർന്നതാണ് കേട്ടോ നമ്മുടെ പോട്ട് മിക്സ്. ഈ പോട്ട് മിക്സ് നന്നായി നിറച്ച് അത് കൈകൊണ്ട് പ്രസ് ചെയ്ത് ആ വടി ഞാൻ അതിൽ ഉറപ്പിച്ച് നിർത്തി. ശേഷം ഇതുപോലെ മണി പ്ലാന്റ് ഞാൻ കുറേ കട്ടിങ്സുകളായി എടുത്തു. ഇങ്ങനെ എടുക്കുന്ന കട്ടിങ്സുകളിലെ ഇല അല്പം വലിപ്പമുള്ളത് നോക്കി എടുത്താൽ ഈ വളർന്നു വരുന്ന ചെടിയും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ചുറ്റുഭാഗത്തും ഞാൻ ഇതുപോലെ ആ കട്ടിങ്സുകൾ വെച്ചു കൊടുത്തു. ക്യാപ്പുകൾ കാണാത്ത വിധത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ വെച്ചു കൊടുത്താൽ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ആ നടുവിൽ വെച്ച കാല് ഇളകാതിരിക്കാൻ അതിൻ്റെ ഉള്ളിലും ആ പൈപ്പിൻ്റെ ഉള്ളിലും ഞാൻ അല്പം മെറ്റലിട്ട് കൊടുത്ത് നിറയുന്നത് വരെ മെറ്റലിട്ട് കൊടുത്തു. ഇനി അത് ഇളകാതെ ഉറച്ചു നിൽക്കും, അതിനു വേണ്ടിയാണ് അതിൽ മെറ്റലിട്ട് കൊടുത്തത്. ശേഷം നന്നായിട്ട് ഇലയും മണ്ണുമൊക്കെ നനയുമാറ് നനച്ചു. ശരിക്കും ഒരു 3-4 മാസം എടുക്കും ഇതുപോലെയൊക്കെ വളർന്നു വരുമ്പോഴേക്കും. എൻ്റെ ഈ ചെടിക്ക് ഏകദേശം 4 വർഷത്തെ പഴക്കമുണ്ട്. ചെടി അത്യാവശ്യം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൈനിങ് ഹാളിലോ കോണിയുടെ സൈഡിലോ മറ്റു അട്രാക്റ്റീവായ മറ്റു സ്ഥലങ്ങളിലൊക്കെ വെക്കാം. ഇടയ്ക്കൊന്ന് സൂര്യപ്രകാശം തട്ടിക്കണം എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.